എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റാഗി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് രണ്ടും നമ്മൾ ഒരേ മാവ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു മാവ് തയ്യാറാക്കിയാൽ അത് വെച്ചിട്ട് രണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ദോശയും ഇഡ്ഡലിയും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. റാഗി എന്ന് പറഞ്ഞാൽ ഫിംഗർ മില്ലറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ കുവരകം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വളരെ അയൺ കണ്ടൻറ്റുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എടുത്ത് കളയുക. നന്നായിട്ട് കഴുകിയിട്ട് വേണം അത് കുതിർക്കാനായിട്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പച്ചരി ചേർക്കണം. പച്ചരി എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്. ഉണക്കലരി എന്ന് പറയുമ്പോൾ നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന അരിയാണ്. അത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചരി എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്. എല്ലാം ഒരേ ഗ്ലാസ്സിൽ തന്നെ അളക്കുക. ഇനി ഇഡ്ഡലിയും ദോശയും ഒക്കെ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2 തവണയെങ്കിലും വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായിട്ട് വെക്കണം. 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്കിത് കുതിർക്കാൻ വെക്കാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയമില്ല ഇത് പെട്ടെന്ന് കുതിർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്താലും മതി. പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. അപ്പോൾ കൈവച്ചിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ മുകളിലടിയും. അപ്പോൾ അതൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് വേണം നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ 2 വെള്ളത്തിൽ കഴുകി നന്നായിട്ട് ആ വെള്ളം ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ 4 മണിക്കൂർ ഇത് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അവൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അവലിന് പകരം നിങ്ങൾക്ക് ചോറും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗിയും അതുപോലെ തന്നെ അവലും എല്ലാം കൂടി 2 തവണകളായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെക്കാം. അപ്പോൾ ഈ മാവ് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം ഒക്കെ ഇത് കേടാക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 തവണകളായിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലി മാവ് നമ്മളിതിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പം കുറച്ച് കട്ടിയിലാണ് മാവ് ഉള്ളത്. ആ കട്ടിയിൽ തന്നെ നമുക്ക് ദോശയും തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ റാഗിയൊക്കെ ഒന്ന് നികന്ന് നിൽക്കുന്ന പരുവത്തിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് കുറുകും. കാരണം റാഗി ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വരും. ഇനി ഇതുപോലെ തന്നെ ബാക്കിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളെല്ലാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഫെർമെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു 8 മണിക്കൂർ ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഉപ്പ് നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലെ നമ്മൾ ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ മാവിരിക്കും. രാവിലെ നമ്മൾ ഉപ്പിട്ടുകയാണെങ്കിൽ ആ ഫ്ലഫിനെസ് ചിലപ്പം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് നമുക്കൊന്ന് ഫെർമെൻറ്റ് ചെയ്യാം. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടോ ചെറിയ ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞു. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് എയറേറ്റഡ് ആണ്. നമ്മൾ സാധാരണ അരി വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നന്നായിട്ടിത് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പം 2-3 ഇഡ്ഡലി കഴിക്കാം. ദോശയാണെങ്കിൽ 2 വരെ മാക്സിമം കഴിക്കാം. അപ്പം അളവ് കൺട്രോൾ ചെയ്ത് കഴിക്കുക. റാഗിയിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷേ നല്ല കാർബാണ്. അതുപോലെ തന്നെ ഒരുപാട് അയൺ കണ്ടൻറ്റും ഉള്ളതാണ്. അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലൊരു കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സാണ് ഈ റാഗി എന്ന് പറയുന്നത്. അപ്പം റാഗി നമ്മുടെ ഡയറ്റിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ ചൂടായി വന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മുഴുവനേ ഉള്ള റാഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി റാഗി പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉഴുന്നും അരിയും അതുപോലെ തന്നെ ഉലുവയും മാത്രം കുതിർക്കുക. അതിനുശേഷം റാഗിക്ക് പകരം റാഗി പൊടിയിട്ട് അരയ്ക്കുക. അപ്പോൾ നമുക്ക് റാഗി പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് നമ്മളിത് സ്റ്റീം ചെയ്ത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരും. ഇനി അത് എടുത്ത് വെച്ചിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം. വളരെ പഞ്ഞി പോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലിയെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ് റാഗി വെച്ചിട്ട് ഇഡ്ഡലി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം ഇതുപോലെ എടുക്കാം.
നല്ല പഞ്ഞി ആണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പം നമ്മളെല്ലാം ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്, സാമ്പാറിൻ്റെ കൂടെയൊക്കെ. ഇനി നമുക്ക് റാഗി വെച്ചിട്ട് എങ്ങനെയാണ് ദോശ തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടും ഇത് വെച്ച് ദോശ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും തയ്യാറാക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഇരുമ്പിൻ്റെ പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിൽ കുറച്ച് നല്ലെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ആദ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ തവയിലൊക്കെ ദോശ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കഴിവതും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നോൺ സ്റ്റിക്ക്, അലൂമിനിയം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ കഴിവതും യൂസ് ചെയ്യാതിരിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറുതീയിലിട്ട് നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ദോശയുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, ചൂടോട് കൂടി തന്നെ കഴിക്കുക, അപ്പോഴാണ് നല്ലത്. ഇപ്പോൾ തിരിച്ചു വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ റാഗി ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഡ്ഡലി ദോശ ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഡ്ഡലിയാണ് ഒന്നുകൂടെ ടേസ്റ്റി ചമ്മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്പോഞ്ച് ദോശ ഇത് വെച്ച് തയ്യാറാക്കുന്നത് നോക്കാം. സ്പോഞ്ച് ദോശയും ഇതുപോലെ കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. ഇതിൽ അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള റാഗി ഇഡ്ഡലിയും അതുപോലെ തന്നെ റാഗി ദോശയും നമ്മൾ തയ്യാറാക്കി. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും റാഗി ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് കഴിക്കുന്നതിനെക്കാട്ടിലും വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെ രാവിലെ കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അപ്പം ഫെർമെൻറ്റഡ് ഫുഡും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്